Yeah. Uh, Hello everyone. Welcome to Health Academy. One second. Yeah. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്പിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് റെഫറൻസിങ് എന്നുള്ളൊരു ഭാഗം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് റെഫറൻസിങ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ റെഫറൻസിങ്ങിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ഓഫ് റെഫറൻസിങ് ഉണ്ട്. APA അതുപോലെ തന്നെ MLA. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിന്റെ ഫോർമാറ്റ് ഏത് രീതിയിലാണ്, അതുപോലെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PYQs. ഈ 4 കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ചെയ്യണമെന്നില്ല. വീഡിയോ ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിവേ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. വാട്ട് ഈസ് റെഫറൻസിങ്? ഓക്കെ. എന്താണ് റെഫറൻസിങ്? Referencing means acknowledging the source used in academic or research work. Okay. അതായത് ഞാൻ എൻ്റെ റിസർച്ചിലൂടെ ഞാനൊരു ഫൈൻഡിങ്സ്, എൻ്റെ റിസർച്ച് സ്റ്റഡിയിലൂടെ ഞാനൊരു കാര്യം കണ്ടെത്തി. ഓക്കെ. രാഹിൽ, എൻ്റെ പേര് രാഹിൽ എന്നാണ്. ഞാൻ 2025 ഒരു റിസർച്ചിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കാര്യം കണ്ടെത്തുകയാണ്. അപ്പൊ എൻ്റെ ഫൈൻഡിങ്സ് നിങ്ങളുടെ റിസർച്ച് പേപ്പറിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ കാഷ്വലായിട്ട് യൂസ് ചെയ്യുകയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ആ ഒരു ഫൈൻഡിങ്സിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ അവിടെ റെഫർ ചെയ്യണം. റെഫറൻസിങ്. ഓക്കെ. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ സൈറ്റ് ചെയ്യണം നമ്മൾ പറയാം. ഓക്കെ. സൈറ്റേഷന്റെ ഒരു വലിയ ഫോർമാറ്റ് ആണ് റെഫറൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മുടെ റിസർച്ച് പേപ്പറിൽ മറ്റുള്ള ആരുടെയെങ്കിലും വർക്കുകളോ ഫൈൻഡിങ്സുകളോ ഡെഫിനിഷൻസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ അക്നോളജ് ചെയ്യണം. അതാണ് റിസർച്ചിൽ റെഫറൻസിങ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിന്റെ ആ ഒരു എഡിഷൻ നമ്മൾ റെഫർ ചെയ്യണം. ബുക്കിന്റെ ഒരു ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിന്റെ പേജ് നമ്പർ നമ്മൾ റെഫർ ചെയ്യണം. ഓക്കെ. അതായത് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. റിസർച്ചിൽ പിന്നെ എന്താണ് ക്വൈറ്റ് കോമൺ ടു ടേക്ക് ദ തിങ്സ്. ഓക്കെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആ ആൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സൈറ്റ് ചെയ്തിരിക്കണം, റെഫർ ചെയ്തിരിക്കണം. അതാണ് ഈ റെഫറൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. അക്നോളജിങ് ദി സോഴ്സ്, അതാണ് അതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ സിംഗിൾ ലൈൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അക്നോളജിങ് ദ സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നാണോ നിങ്ങൾ ആ സംഭവം എടുത്തിട്ടുള്ളത് ആ ഒരു റിസർച്ച് ചെയ്ത ആളെ നമ്മൾ എന്ത് ചെയ്യണം, അക്നോളജ് ചെയ്യണം. അത് എന്താണ്, റിസർച്ചിന്റെ ഒരു മാനറിസം ആണ്. ഫൈൻ. ഓക്കെ. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെന്താണ്, ഇറ്റ് ഗിവ്സ് ക്രെഡിറ്റ് ടു ദി ഒറിജിനൽ ഓതേഴ്സ്, അല്ലെ? അതായത് ഇപ്പം ഞാൻ ഒരാളുടെ റിസർച്ച് സ്റ്റഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരന് റെഫർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആ പുള്ളിക്കാരന് ഞാനൊരു ക്രെഡിറ്റ് കൊടുക്കുകയാണ്, അല്ലെ? അതായത് അതിന്റെ ഒറിജിനൽ ഓതേഴ്സ് ഞാൻ എന്ത് ചെയ്യാണ്, ആ വ്യക്തി നമുക്ക് തന്നിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുള്ളിക്കാരനെ ക്രെഡിറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു റെഫറൻസിങ്ങിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ആ റിസർച്ച് ചെയ്ത ആളെ ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ എന്താണ് ക്രെഡിറ്റ്, ആ പുള്ളിക്കാരൻ ഒരു ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. അതാണ് ഇതിൽ വരുന്ന സെക്കൻഡ് പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്, നമ്മൾ ഇനി കൃത്യമായിട്ടുള്ള രീതിയിൽ ആളുകളെ അക്നോളജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ പ്ലാഗിയാരിസം സംഭവിക്കും. ഓക്കെ. പ്ലാഗിയാരിസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, റിസർച്ച് പബ്ലിഷ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്ലാഗിയാരിസത്തിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് പേപ്പേഴ്സ് എന്ത് ചെയ്യില്ല, ജേർണൽസ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഭാവിയിൽ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ആള് റെഫർ ചെയ്യാൻ വിട്ടുപോയി ആ ഒരു വ്യക്തി ലീഗലി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് പേപ്പർ എന്ത് ചെയ്യുന്നു, അത് ഇൻവാലിഡ് ആയിട്ടൊക്കെ ആയിട്ട് മാറും. ഭയങ്കര റിസ്ക് ആയിട്ടൊരു ഫാക്ടറാണ് നമ്മൾ ഈ സൈറ്റ് ചെയ്യാത്തൊരു പ്രശ്നം. ഒരുപാട് പിന്നെ റിസർച്ചർക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ റെഫറൻസിങ് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേപ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവാലിഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ആ റിസർച്ചർ എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് കൊടുക്കുക, ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യാം, ഒന്ന് റെഫർ ചെയ്യുക, റെഫറൻസിങ് ഒരു സൈറ്റേഷൻ കൊടുക്കുക. ഓക്കെ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, പ്ലാഗിയാരിസം കുറക്കാൻ പറ്റും. ഓക്കെ. പ്ലാഗിയാരിസം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ജേർണൽസ് പേപ്പർ ആക്സെപ്റ്റ് ചെയ്യില്ല പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെന്താണ്, ഇറ്റ് ഇംപ്രൂവ്സ് ദി ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി റിസർച്ച് വർക്ക്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇറ്റ് അലോ ദ റീഡേഴ്സ് ടു ട്രേസ് ആൻഡ് വെരിഫൈ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഓക്കെ. ഇപ്പം നിങ്ങള് പിന്നെ റാഹിൽ എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വായിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് ഒരൊറ്റ റിസർച്ച് സ്റ്റഡിയിലൂടെ നമുക്ക് പല പല പേപ്പറിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്, റൈറ്റ്? നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഞാൻ എഴുതുകയാണ്. ആ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഞാനൊരു 10 ആൾക്കാരെ സൈറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. 10 ആൾ ഞാൻ റെഫർ ചെയ്യാണ്.
അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്ക് എന്താണ് എൻ്റെ പേപ്പറിലൂടെ അടുത്ത 10 ആളിലോട്ട് പോകാൻ പറ്റും. ആ 10 ആളിൽ നിന്ന് ഓരോ പേപ്പർ വായിക്കുമ്പോൾ അത് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ റെഫറൻസിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ് ഓരോ പേപ്പർ ടു പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ട്രാക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അത് റെഫറൻസിങ്ങിന്റെ വലിയൊരു, ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നൊരു, ഇതിന് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയും. ഞാൻ അധികം ആ രീതിയിലാണ് ഞാൻ പേപ്പേഴ്സ് വായിക്കാറുള്ളത്. ഒരു നല്ലൊരു പേപ്പർ എടുക്കും, ആ പേപ്പറിൽ സൈറ്റ് ചെയ്ത റെഫറൻസിലൂടെ അടുത്ത പേപ്പറിലൂടെ പോകും, ആ പേപ്പറിന്റെ റെഫറൻസിലൂടെ അടുത്ത പേപ്പറിൽ പോകും. അങ്ങനെ നമുക്ക് എന്താണ് ഒരു, ഞാൻ സാമ്പിളിംഗിൽ സ്നോബോൾ സാമ്പിളിംഗ് പഠിച്ചവർക്ക് മനസ്സിലാവും, ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പേഴ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഫറൻസിങ്ങിന്റെ. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അപ്പുറം ഒന്നും പഠിക്കണ്ട. ഇതാണ് റെഫറൻസിങ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ദാറ്റ്സ് ഇറ്റ്. യാ, ഇനി എന്താണ് റെഫറൻസിങ് സ്റ്റൈലുകളുണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് ഓരോ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്യുന്നത് എന്താണ് കൃത്യമായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. ഓക്കെ, അപ്പോൾ റെഫറൻസിങ് സ്റ്റൈൽ ആർ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് യൂസ്ഡ് ടു സൈറ്റ് സോഴ്സസ്. അല്ലെ, റെഫറൻസ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഫോർമാറ്റ് ആണ്. എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്, സോഴ്സുകൾ സൈറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിന് നമ്മൾ എന്ത് പറയാം, റെഫറൻസിങ് എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് തോന്നിയ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്കാരെ റെഫർ ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് പേപ്പറാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്, ആ ആളെ നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ മാത്രം നമുക്ക് അവരെ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റെഫർ ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് രണ്ട് റെഫറൻസിങ് സ്റ്റൈലാണുള്ളത്. ഒന്ന് APA സ്റ്റൈലാണ്, ഒന്നെന്താണ് ഈ പറയുന്ന MLA സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഈ APAയുടെ ഫുൾ ഫോം വരുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ്, സൈക്കോളജി അസോസിയേഷൻ ആണ്. ഓക്കെ, MLA എന്ന് പറയുമ്പോൾ എന്താണ്, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ ആണ്. ഓക്കെ, മാർക്ക് ചെയ്തേ, ഞാനത് ഇവിടെ എഴുതിയിട്ടില്ല. യാ, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. ഓക്കെ, അപ്പം ഈ രണ്ട് ഫോർമാറ്റിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കോമൺ ആയിട്ട് റെഫർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ APA സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, APA സ്റ്റൈൽ ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ്, എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി. ഓക്കെ, ഇതെന്താണ് കോമൺ ആയിട്ട് എന്താണ് സോഷ്യൽ സയൻസ്, അതുപോലെ എഡ്യൂക്കേഷൻ, സൈക്കോളജി പോലുള്ള വിഷയങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന APA സ്റ്റൈലിൽ പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, റെഫറൻസ് ചെയ്യാറുള്ളത്. പിന്നെ വരുന്നതാണ് MLA സ്റ്റൈൽ. MLA സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിന്റെ ഇപ്പോൾ ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ നോക്കണ്ട, ഞാൻ അതിന്റെ ഫോർമാറ്റ് വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കുറച്ച് ഇൻഡെപ്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഫൈൻ. MLA സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദി ലിറ്ററേച്ചർ ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ് എംഫസൈസ്, ഓക്കെ, അതും ഞാൻ ഫോർമാറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ MLA സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് കൂടുതൽ എന്താണ് ലിറ്ററേച്ചർ പേപ്പറിലും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സിലുമാണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന APA അതുപോലെ MLA സ്റ്റൈൽസുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നത്. നമുക്ക് ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ഞാൻ ഇതിന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ഫോർമാറ്റ് പറയുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഒന്നുമല്ല, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് പിന്നെ ഓൾറെഡി ഉള്ള കാര്യം അറിയാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി പിന്നെ ഫ്രീ ആയിട്ട് MCQs നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വിഷയത്തിന് മുകളിൽ ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഭാഗമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഈ പറയുന്ന MCQs ആക്സസ് ചെയ്യാനുള്ള ഒരു പിന്നെ പ്ലാറ്റ്ഫോം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ ഡെയിലി MCQസിന്റെ ഭാഗമായിട്ട്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും MCQസിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇത് നമുക്ക് റെഫറൻസിന്റെ ഈ APA സ്റ്റൈലിലോട്ട് വരാം. അപ്പോൾ APAയുടെ ഫോർമാറ്റ് എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം ഓതറുടെ പേര്, ഓതർ അല്ലെങ്കിൽ S എന്ന് പറയാൻ ഓതേഴ്സ്. ചിലപ്പോൾ ഒരു പേപ്പറിന് ഒരുപാട് ഓതേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ. പിന്നെ വരുന്നത് പബ്ലിക്കേഷൻ ഇയർ ആണ്, പിന്നെ ആർട്ടിക്കിൾ ടൈറ്റിൽ, പിന്നെ ജേർണൽ നെയിം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫുൾ സ്റ്റോപ്പ്, ഇവിടെ ഫുൾ സ്റ്റോപ്പ്, ആർട്ടിക്കിൾ ടൈറ്റിൽ ഫുൾ സ്റ്റോപ്പ്, ജേർണൽ നെയിം കൊമ, വോളിയം ഇഷ്യൂ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ കൊമ, പേജ് റേഞ്ച് ഫുൾ സ്റ്റോപ്പ്, DOI എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ അഥവാ URL. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. അങ്ങനെ ചെയ്തൊരു ഫോർമാറ്റാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്താണ്, ആദ്യം ഓതർ ആണ് അല്ലെ. ഇവിടെ ഓതർ കൊടുത്തു, 2 ഓതേഴ്സ് ഉണ്ട്, അവർ ഓതർ കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ എന്താണ് പബ്ലിക്കേഷൻ ഇയർ ബ്രാക്കറ്റിലാണ്, പബ്ലിക്കേഷൻ ഇയർ കൊടുത്തു, ഫുൾ സ്റ്റോപ്പ്. ഈ കൃത്യമായിട്ട് പഠിക്കണം ഫുൾ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ, നിങ്ങൾ എവിടേക്കാണ് ഫുൾ സ്റ്റോപ്പ് വരുന്ന കാര്യങ്ങളൊക്കെ.
പിന്നെ ആർട്ടിക്കിൾ ടൈറ്റിൽ, പേപ്പറിന്റെ ടൈറ്റിലാണ് എക്സ്പ്ലോറിംഗ് ദി എഫക്റ്റ് ഓഫ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഓൺ സ്ട്രെസ് റിഡക്ഷൻ. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ വരുന്നത്. പിന്നെന്താണ് ജേണൽ നെയിം, ജേണലിന്റെ പേരെന്താണ്, ജേണൽ ഓഫ് അപ്ലൈഡ് സൈക്കോളജി വോളിയം 25/3 ആണ്. ഓക്കെ, പിന്നെന്താണ് പേജ് റേഞ്ച് വരുന്നില്ല. പേജ് റേഞ്ച് നമ്മൾ കൂടുതലും ബുക്സുകളിലാണ് പേജ് റേഞ്ച് പൊതുവെ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. ഇപ്പം വലിയ 3500 പേജുകളൊക്കെ ബുക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേജ് നമ്പറിന് അവിടെ ഇപ്പൊ 50 to 75 ഈ പേജിന്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് റെഫർ ചെയ്യുന്നത്, അങ്ങനെ കൊടുക്കും. ഓക്കെ, പിന്നെന്താണ് ഇത് എന്താണ്, ഓ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, സോറി, 123 to 145 പേജ് നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. യാ 123 പേജ് നമ്പർ 123 മുതൽ 145 വരെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് DOI ഉണ്ട്. ഓക്കെ, URL കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത് APA-യുടെ പിന്നെ റെഫറൻസിങ് സ്റ്റൈൽ വരുന്നത്. ഓക്കെ, എന്താണ് ഓതേഴ്സ് ഫുൾ സ്റ്റോപ്പ് പബ്ലിക്കേഷൻ ഇയർ ഫുൾ സ്റ്റോപ്പ് ആർട്ടിക്കിൾ ഫുൾ സ്റ്റോപ്പ് ജേർണൽ നെയിം വോളിയം ഇഷ്യൂ പേജ് റേഞ്ച് ഫുൾ സ്റ്റോപ്പ് DOI ഓർ URL. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, ഫൈൻ. ഇനി എന്താണ് നെക്സ്റ്റ് MLA ആണ്. ഓക്കെ, MLA സ്റ്റൈലിൽ വരുന്ന ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഓതേഴ്സ് ഫുൾ സ്റ്റോപ്പ് ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ വിത്ത് ഡബിൾ കോട്ട് കേട്ടോ, 2 ഡബിൾ കോട്ട്, നേരത്തെ മറ്റേതിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈറ്റിൽ ഓഫ് ദി ജേർണൽ. ഓക്കെ, ടൈറ്റിൽ ഓഫ് ദി ജേർണൽ ആണ്. നേരത്തെ എന്തായിരുന്നു ടൈറ്റിൽ ഓഫ് ദി ഓക്കെ, ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിളും അതുപോലെ ടൈറ്റിൽ ഓഫ് ദി ജേർണൽ, അതുപോലെ തന്നെ വോളിയം നമ്പർ പിന്നെ ഇയർ PP ഫുൾ സ്റ്റോപ്പ്, അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ എഡിഷൻസ് ഉള്ള കാര്യങ്ങൾ, പിന്നെ ഫുൾ സ്റ്റോപ്പ് DOI അല്ലെങ്കിൽ URL. ഇതാണ് എന്ത് MLA സ്റ്റൈലിന്റെ ഫോർമാറ്റ് വരുന്നത്. അതിന്റെ ഒരു രീതിയാണ് ഇപ്പൊ സ്മിത്ത് ജോൺ, പിന്നെ ഓതറിന്റെ പേര് ഇവിടെ വന്നു. പിന്നെന്താണ് ഇത് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ബയോഡൈവേഴ്സിറ്റി വിത്ത് ഇൻ ഡബിൾ കോട്ട് ആണ്. ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ വന്നു. പിന്നെന്താണ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് ജേർണൽ, എന്താണ് ടൈറ്റിൽ ഓഫ് ദി ജേർണൽ വന്നു. ഓക്കെ, പിന്നെന്താണ് വോളിയം 15 വന്നു, അതുപോലെ തന്നെ നമ്പർ വന്നു. ഓക്കെ, വർഷം വന്നു, അതുപോലെ ഈ പേജ് നമ്പർ 123 to 145 വന്നു, അതുപോലെ തന്നെ DOI അല്ലെങ്കിൽ URL വന്നു. ഇതാണ് എന്ത് MLA-യുടെ ഒരു റെഫറൻസിങ്ങിന്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസീസ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ആ ഒരു ഫുൾ സ്റ്റോപ്പും ഡബിൾ കോട്ടും കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. MLA-യുടെ എങ്ങനെയാണ്, AP-യുടെ എങ്ങനെയാണ്. ഓക്കെ, ഇനി അതർ ഫോർമാറ്റ് ഓഫ് റെഫറൻസിങ് ഉണ്ട്. PYQs-ലൊന്നും പൊതുവെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല. അതിൽ വരുന്ന എന്താണ്, ഒന്ന് ഹാർവാർഡ് മെത്തേഡ് ആണ്. ഓക്കെ, ഹാർവാർഡ്. ഓക്കെ, യൂസ് ഓതർ ഡേറ്റ് സിസ്റ്റം ഫോർ അക്കാഡമിക് റെഫറൻസിങ്. പിന്നെ വരുന്നതാണ് ചിക്കാഗോ, യൂസ് ഫുട് നോട്ട്സ് ഓർ ഓതർ ഡേറ്റ് സൈറ്റേഷൻ സ്റ്റൈല്. പിന്നെ വാൻകൂവർ, യൂസ് ദ നമ്പേർഡ് റെഫറൻസ് കോമൺ ഇൻ മെഡിക്കൽ സയൻസ്. പിന്നെ IEEE യൂസസ് നമ്പേർഡ് സൈറ്റേഷൻ മെയിൻലി ഇൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, പിന്നെ എന്താണ് ഓക്സ്ഫോർഡ് യൂസസ് ഫുട് നോട്ട്സ് ഫോർ ഡീറ്റെയിൽഡ് സോഴ്സ് റെഫറൻസിങ്. അപ്പം ഈ പറയുന്ന കുറച്ച് റെഫറൻസിങ് പേരുകൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് റെഫറൻസിങ്ങും ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് അതർ ഫോർമാറ്റ് ഓഫ് റെഫറൻസിങ്ങിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗം ഇതാണ് റെഫറൻസിങ്. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലില്ല. ഓക്കെ, കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. PYQs ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും കോമൺ ആയിട്ട് വരാറുണ്ട്. ഫൈൻ, ഇനി നമുക്ക് ഇതിനെ കുറച്ച് PYQs കൂടി നോക്കാം. ഓക്കെ, എന്താണ് PYQ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു ഇതാണ്, പിന്നെ ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് റിസർച്ച് ആർട്ടിക്കിൾ അക്കോർഡിംഗ് ടു ദി APA സ്റ്റൈൽ. APA സ്റ്റൈലിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഇവിടെ ഓതർ പേരാണ്, അത് ഓപ്ഷനിലില്ല. പിന്നെന്താണ് വരുന്നത്, ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ വരും അല്ലെ. അപ്പൊ D ആണ് എന്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ. 1 സെക്കൻഡ് ഇവിടെ, യെസ്, യാ. അപ്പൊ D ആണ് ഫസ്റ്റ് വരുന്നത് അല്ലെ, ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പൊ DE വന്നു. ഫസ്റ്റ് D ആണ് ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ. പിന്നെ നെയിം ഓഫ് ദി ജേർണൽ ആണോ, യാ, നെയിം ഓഫ് ദി ജേർണൽ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഉണ്ട്, A ഉണ്ട്, അതുപോലെ C ഉണ്ട്. A ആണോ C ആണോ, വോളിയം നമ്പർ, അതുപോലെ തന്നെ DOI ഏറ്റവും ലാസ്റ്റ് വരുന്നത് അല്ലേ, DOI ലാസ്റ്റ് ആണ്. അപ്പൊ C അല്ല വരുന്നത്, C ലാസ്റ്റ് ആണ് വരുന്നത്. അപ്പം എന്താണ് കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, D അതായത് ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ വരും, പിന്നെ E നെയിം ഓഫ് ദി ജേർണൽ വരും, പിന്നെ A വോളിയം നമ്പർ വരും, പിന്നെ B ഇയർ ഓഫ് പബ്ലിക്കേഷൻ വരും, ലാസ്റ്റ് DOI. എക്സാക്ട്ലി തേർഡ് ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ,
ഇനി എന്താണ് ഇതിലും ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇത് രണ്ടും വേറെ വേറെ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. 2024 വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഫോർ ദി ഫോളോയിങ് ഇൻഫോർമേഷൻ ഇൻ APS സ്റ്റൈൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് പിന്നെ കൊടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഒന്നും കൂടി ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, MCQs ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ, ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. യാ, so that's all about today's session. Yeah, so we'll see you on the next session. Till then, bye.